അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്വർഗപ്രാപ്തിയുടെ 800 വർഷത്തോടനുബന്ധിച്ച് അഭിവന്ദ്യ ലിയോ 14 മാർപ്പാപ്പ പ്രഖ്യാപിച്ച പ്രത്യേക ജൂബിലി വർഷത്തിന്റെയും ഫ്രാൻസിസ്കൻ ആശ്രമ ദേവാലയമായ ആലുവ നസ്രത്ത് ആശ്രമ ദേവാലയത്തിൽ നിന്നും വിശ്വാസികൾക്ക് സ്വീകരിക്കാവുന്ന പൂർണ്ണദണ്ഡ വിമോചന ആനുകൂല്യത്തിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംപ്ലാനി നിർവഹിക്കുമെന്ന് നസ്രത്ത് ആശ്രമ ഗാർഡിയൻ ഫാദർ ജോഷി വാസുപുരത്തുകാരൻ പറഞ്ഞു. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ സഭയുടെ സ്ഥാപകനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 800-ാം വർഷമാണ് ഈ വർഷം ആചരിക്കുക. അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുവാൻ തിരുസഭ തീരുമാനിച്ചിരിക്കുകയാണ്. ആയതിനാൽ ലോക ആരാധ്യനും ഏറെ പ്രത്യേകമായി പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പിതാവുമായ ലിയോ 14 മാർപ്പാപ്പ ഈ ഒരു വർഷത്തെ ഫ്രാൻസിസ്കൻ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെയാണ് ഫ്രാൻസിസ്കൻ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. ആയതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൽ വലിയൊരു ആനുകൂല്യമാണ് സഭയ്ക്ക്, ഏറെ വിശിഷ്യ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങൾക്ക്, ഫ്രാൻസിസ്കൻ ആശ്രമങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുക. ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളെ ഫ്രാൻസിസ്കൻ നാമധേയത്തിലുള്ള പള്ളികളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡ വിമോചനം പ്രാപിക്കുവാനുള്ള ഒരു അവസരം ഇതുവഴിയായിട്ട് പിതാവ് അനുവദിച്ചു തന്നിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മുടെ ഈ ദേവാലയത്തിൽ, നമ്മുടെ ആശ്രമ ദേവാലയത്തിൽ ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച നടക്കുകയാണ്. ഓഗസ്റ്റ് 2 ഞായറാഴ്ച വൈകിട്ട് 5:30 മാർ ജോസഫ് പംപ്ലാനി പിതാവിന്റെ നേതൃത്വത്തിൽ നസ്രത്ത് ആശ്രമത്തിൽ നിന്ന് വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്വരൂപം വഹിച്ചുകൊണ്ട് ദേവാലയത്തിലേക്കുള്ള പ്രദക്ഷിണവും ജൂബിലി കവാടം തുറന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച് ദിവ്യബലിയും അർപ്പിക്കും. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും കുംഭസാരവും വിശുദ്ധന്റെ തിരുശേഷിപ്പിന്റെ വന്ദനവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വൈകുന്നേരം 5 മണിക്കുള്ള വിശുദ്ധ കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ വികാരിയായ മാർ ജോസഫ് പംപ്ലാനി പിതാവാണ്. അപ്പോൾ അദ്ദേഹം അന്ന് കുർബാന മധ്യേ ഇതിനൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുകയും എല്ലാ മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചകളിൽ ഇതിനുള്ള ആനുകൂല്യം കൽപ്പിച്ചരുളുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിതാവിൻ്റെ നിർദ്ദേശാനുസരണം നമ്മുടെ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളായ മറ്റു രണ്ട് ദേവാലയങ്ങൾക്കും ഈ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഒന്ന് നമ്മുടെ ഈ ആശ്രമ ദേവാലയം, മറ്റൊന്ന് തലയോലപ്പറമ്പിലുള്ള തലപ്പാറ സാൻജോ കപ്പുച്ചിൻ ആശ്രമം, മറ്റൊന്ന് അങ്കമാലിയിലുള്ള കറുകുറ്റിയിലെ ശാന്തികേന്ദ്ര കൺവെൻഷൻ പ്രൊവിൻഷ്യൽ ഹൗസ്. ഈ 3 ദേവാലയങ്ങൾക്കാണ്, ഫ്രാൻസിസ്കൻ ദേവാലയങ്ങൾക്കാണ് ഈ ബഹുമതി പ്രാപിക്കുവാനുള്ള അവസരം വന്നിരിക്കുക. കമ്മിറ്റി അംഗങ്ങളായ ഡൊമിനിക് കാവുങ്കൽ, ജോസ് ദാസ് മുഞ്ഞലിൽ, മാർട്ടിൻ മൂലൻ, രാജേഷ് പുത്രങ്ങാടി, ജോർജ് കോട്ടൂരൻ, റോബർട്ട് ജോർജ് പുല്ലാട്ട എന്നിവരും സംബന്ധിച്ചു.